അയ്യോ മാറി മാറി ബാ പെട്ടെന്ന് വരാം. മതി 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 മതി. എല്ലാവരും മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് കുഞ്ചപ്പനെ പറഞ്ഞു വിടുകയാണ്. വീണ്ടും വിഷുവിന് ഇങ്ങ് വന്നതാണ്. അപ്പോൾ വീണ്ടും തിരിച്ച് കൊണ്ടാക്കാൻ പോവാണ്. ഞാനും ശ്രീകുട്ടനോടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവനൊരു പ്രൊജക്റ്റിന്റെ എന്തോ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മ നല്ല ഉറക്കമാണ്, ഭയങ്കര ക്ഷീണമാണ്. തുടക്കത്തിൽ ഭയങ്കര ക്ഷീണവും ഛർദിയൊക്കെ ആണല്ലോ. അതായത് സിന്തോമയ്ക്കും ഭയങ്കര ഞങ്ങളെ ഗർഭിണിയായിരുന്നപ്പോൾ ഭയങ്കര ഛർദിയും ഭയങ്കര ക്ഷീണമായിരുന്നു ആദ്യത്തെ 3 മാസം. അമ്മൂനും അതുപോലെ തന്നെ കേട്ടോ. അമ്മൂ നല്ല ഉറക്കം കിടക്കുന്നത്. അപ്പം വിളിച്ച് എണീപ്പിക്കാം എന്തായാലും. ഇനിയിപ്പം കുഞ്ചൂസിനെ ഇനി 5 മാസം 5 അവള് 7-ാം മാസം വരുമ്പോൾ അല്ലേ ഇനിയിപ്പോൾ കാണുക. അപ്പം ഇനിയിപ്പോൾ രണ്ടുപേരും ശരിക്കും മിസ് ചെയ്യായിരിക്കും എന്തായാലും. അപ്പം പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കൊണ്ടാക്കിയിട്ട് വരാം. അത്യാവശ്യം സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ മറന്നുപോയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. നമ്മുടെ ലക്കിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഉറക്കം തൂങ്ങി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇപ്പം അമ്മനെ വിളിക്കാനുള്ള കുറേ സാധനങ്ങൾ. ഇത് നമ്മുടെ ചേട്ടയുടെ പേര് റിജോ എന്നല്ലേ നടി ചേട്ടയുടെ? റിജോ ചേട്ടായി ഒന്ന് മേടിച്ചു തന്നെ കേട്ടോ. ഒരെണ്ണം നമ്മൾ അമ്പളി ചേച്ചിക്ക് കൊടുത്ത്. നമ്മുടെ ചേച്ചി മറ്റേ കഴിഞ്ഞ ദിവസത്തെ കോസ്റ്റ്യൂം വന്നത് അതവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ കുറേ ചെരുപ്പും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തോ എടാ, ഇതെടുത്താൽ സീക്കൂട്ടാ. വെയിറ്റ് ഒന്നും ഇല്ല, നീ വെയിറ്റ് ഒന്നും ഇല്ല. മഞ്ഞേ ഉള്ളൂ എന്ന് കമന്റ് ഒരുപാട് വരും. ഇവർക്ക് മഞ്ഞയില്ല, അത് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഈ കംഫർട്ട് ആയിട്ടുള്ളത് ഈ ഡ്രസ്സേ ഉള്ളൂ. മാസ്ക് എടുത്തു ഞാൻ എൻ്റെ യെസ്. വണ്ടിയുടെ താക്കോല് എവിടെ? ലക്കിയോട് പോയിട്ട് വരാം. അതുകൊണ്ട് ലക്കി കിടക്കുന്നു. അപ്പൊ അവള് വരുന്നില്ല കേട്ടോ, അവക്ക് വൈ കിട്ടും. എന്നാ എന്നാ വാ. എവിടുന്ന്? ട്രെയിനിൽ കയറിയാ മതി. അത് കയറിയോടാ. ഇനി 5 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ലക്കിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. കരയും മിയാവും മിയാവും. ഓക്കെ വീട്ടിൽ പോക്കെ, വീട്ടിൽ പോ. ഇനി കുഞ്ഞുമായിട്ട് ആ ഫ്രണ്ടിലെ ഡോറൂടെ അങ്ങ് തുറന്നിട്ടാ സീക്കോട്ടാ. ഭയങ്കര ചൂടാ അതിനകത്ത്. എന്തായാലും വേണോ കുഞ്ഞാ? ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കണോ? എല്ലാം എടുത്തല്ലോ അല്ലേ? എൻ്റെ പേഴ്സും എന്തോ അതിനകത്തുണ്ട്. അത് വേണ്ട. ഗോപ്രോയുടെ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, പിച്ച് വന്നാൽ പോയിട്ട് വരാം. അവിടെ ലക്കിയും വരുന്നുണ്ട്. അവിടെ വണ്ടിയുടെ അടിയിലോട്ട് കയറിയിട്ടുണ്ട്.
വണ്ടിയുടെ അടിയിൽ നിന്ന് ഒന്ന് വിളിക്കണേ, ചിലപ്പോ അത് വണ്ടിയുടെ അടി ഇരിക്കും. അതാ വണ്ടിയുടെ അടി കയറി. ആ വന്നോ? ആ ഓടി കേട്ടോ, ഓടോ മാറുവാണേ. നമ്മള് സിന്ധമ്മ അടുത്തെത്തി. അപ്പൊ സിന്ധമ്മ ഇനിയിപ്പോ എന്നാ കുഞ്ചപ്പനെ കാണുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ കണ്ടിട്ട് പോയേക്കാം. പക്ഷെ എന്റെ അമ്മ എന്നെ കാണാൻ അങ്ങ് വരും കേട്ടോ ചങ്ങനാശ്ശേരി. പറയണ്ടേ, നിങ്ങൾ ഇറങ്ങിട്ട് വാ, ഞാൻ വരുന്നില്ല. വലിയ വണ്ടി കൊടേ അമ്മ വണ്ടിക്കകത്ത് മറന്നു വെച്ചു. വൈകിട്ടെങ്ങാനും പോകുമ്പോ മഴയാണെങ്കിലോ ദോഷത്തിനെയാണ് പൊടി വന്ന് സാധനം വന്നിരിക്കല്ലേ. കഴിച്ചോണം. തെരുവിൽ കഴിഞ്ഞ് മാത്രമേ അറിയാവോ? നമ്മളെ കൊണ്ടുവിടാൻ പോടാ, അങ്ങ് പോവാണോ? ശരിക്കും പോവാ. ഞങ്ങൾ കട്ടപ്പന വരാൻ പോയി. ആണോ? അറിയാന്ന് ചോദിച്ചപ്പോ അറിയത്തില്ലെന്നോ. ആർക്ക് കേട്ടോ? ഇല്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ അമ്മ അന്ന് വന്നില്ലേ പൊന്നമ്മാവൻ? പൊന്നമ്മാന്റെ മോനാ. ഇവളെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഏതായാലും ഒരു ബസ് ഇതുവഴി വരുവാണെങ്കിൽ അത് എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഇപ്പൊ ലോറി പോയി, എന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. നമുക്ക് ഡ്രൈവറിന് ഈ സൈഡിൽ നിന്ന് കാണുന്ന പോലെ അല്ല അപ്പുറത്തിരുന്ന് കാണുന്നത്. അവക്ക് കാണുമ്പോ, അവള് കാണുമ്പോ അവർക്ക് വണ്ടി ഇപ്പൊ ഇടിക്കുന്നു. നമുക്ക് ഇത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് അത് മനസ്സിലാവും. ഇവിടെ കൊടുക്കാൻ ഭയങ്കര വന്നോളം കേട്ടോ. ഇവിടെ ഇറക്കി ഞാൻ തട്ടിവിടും. അതിനകത്തിന്റെ അരച്ചെടുക്കും ചാറായിട്ട് വരും. ഭയങ്കര കേട്ടോ. ഇതാ പൊടി പുറത്തുകൂടെയാ പറഞ്ഞു പോകുന്നത്. ഗ്ലാസ് എല്ലാം പൊക്കി വെച്ചേക്കാം. ഇവിടെ ഇതിനകത്തിരുന്ന് ഇവളുടെ മുഖത്തൂടെ പൊടി പോകുന്ന ഫീലൊക്കെ ആവുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോട് പോയാൽ ഒരുത്തി ഡോർ നൈസായിട്ടുണ്ടല്ലോ, ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പെട്ടെന്ന് കൈ അടക്കി വെച്ചിട്ട് ഒറ്റ അട കേട്ടോ. എവിടെയാണ് കാണിച്ചു കഴിയും നമ്മള് ചങ്ങനാശ്ശേരി എത്തി കേട്ടോ. ചങ്ങനാശ്ശേരി എത്താറാവുന്നു. അതിനിപ്പുറം ഒരു റെയിൽവേ ക്രോസ് അല്ലേ? ചങ്ങനാശ്ശേരിയൊക്കെ എത്തിയിട്ട് ചങ്ങനാശ്ശേരി ടൗണാ. ആണോ? ഇത് ബൈപ്പാസാ. നമ്മുടെ അപ്പുറത്തെ റോഡ് ബൈപ്പാസ്. വീട് താണ്ട അവിടെ. ഇത് ഫാത്തിമാപുരം അല്ല, ആരമലക്കുന്ന്. ട്രെയിനിൽ പോവോ? ആരമലക്കുന്ന് പോവോ?
ഇപ്പൊ പരിപാടിക്കും അന്ന ചേട്ടൻ കൊടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ആണോ? എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലേ? സോറി, അവനെ കാണത്തില്ല കേട്ടോ. അവനവിടെ ഛർദിച്ച് നല്ല വാശം കേട്ടിരിപ്പുണ്ട്. 2 പ്രാവശ്യം ഛർദിച്ച് അവൻ ക്ഷീണിച്ചിരിക്കുക. സിക്കോട്ടെ വയ്യ. പാവങ്ങളോ? ട്രെയിൻ കാണാൻ വേണ്ടിട്ട് വണ്ടി വാ ട്രെയിനെ നല്ല രസമായിരിക്കും. ട്രെയിനൊക്കെ ഓടണമെങ്കിൽ കറണ്ട് വേണം. അത് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നു കേട്ടോ. കാണത്തില്ല, ലൈറ്റ് ഇല്ലാത്ത ട്രെയിനാ. ഇത് എന്നാ ട്രെയിനാ? അയ്യോ കുലുങ്ങുന്നു ഇവിടെ. വണ്ടി കുലുങ്ങുന്നു. നമ്മുടെ വണ്ടി കുലുങ്ങുന്നു. അല്ല ശരിക്കും നമ്മുടെ വണ്ടി കുലുങ്ങണല്ലേ? ഇന്ത്യൻ റെയിൽവേ ഫാൻ ആട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം ഇടയ്ക്ക് പാളം ഒന്ന് വെട്ടി തെറ്റി പോകുന്നോണ്ടിരിക്കും. എന്തായാലും കഴിഞ്ഞു. ഓ പെട്ടെന്ന് തീർന്നു. നമ്മള് ഇവിടുന്ന് പോകുന്നതിന് ഇവരായിട്ട് ശ്രീകോട്ടൻ ഡാൻസ് കളിപ്പിക്കും. ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അവനാദ്യം സ്റ്റെപ്പ് പഠിപ്പിച്ചായിരുന്നു. സാർ അത് ഗുരുവിനെ വന്നിക്കണം. ഇവരും തിരിച്ചു അങ്ങനെ വേവ് ഇടണം. മമ്മൂട്ടിനെ ഇതിലും വേദി പഠിപ്പിക്കാം. അതായത് കാല് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അപ്പൊ ആ കാലിന് വേറെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ഈ കാല് നോക്ക്. ഈ കാല് നോക്കി അറിയത്തില്ല. നിങ്ങൾ ഇച്ചിരി കൊണ്ട് ഇറങ്ങി നിൽക്കും. എനിക്ക് ആണെങ്കിൽ ഇത്ര അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ കാലും കൈയും എല്ലാം കൂടെ. ഇവരെ കാല് മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. കൈയുടെ ആക്ഷൻസ് ഒന്നും അറിയില്ല. അച്ചാച്ചന്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്. കുഞ്ചൂസ് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പോവാട്ടോ. കുഞ്ചൂസിന് ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കാം. അവൻ ചെറിയ രീതിയിലുള്ള ഡാൻസ് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ പോയി നിന്നാ അവള് കളിച്ചോളെന്ന് പറഞ്ഞേ. എന്നാ വാ. നിങ്ങളതിനെ പാടിക്കൊണ്ട് കളിച്ചോ കേട്ടോ. കുഞ്ചപ്പ വീട്ടിൽ വന്ന് മോണായി കേട്ടോ. അത് ശ്രീകോട്ടൻ നാളെ വന്നു. ഞാൻ പാട്ട് പാടാ. നല്ല സെറ്റപ്പാ. കളിച്ചോ. എനിക്ക് പാടറിയത്തില്ല. എന്നാ പാട്ട് ഇട്ട് കൊടുക്കാം. കോപ്പിറൈറ്റ് അടിച്ചാലും ഇല്ലേലും കുഞ്ചപ്പന് വേണ്ടിട്ട് ഈ പാട്ട് അങ്ങിട്ട് തരുവാ. നോക്കാം. കുഴപ്പമില്ല. കിട്ടിയോ പാട്ട്? എന്നാ ഇതോടെ വരയ്ക്ക് ഇത്രയും. ഓ മൈ ഗോഡ്. നല്ല ഹീറോ. ഇത്രയും പഴമോ? 7 വിക്കറ്റ് എടുത്ത് തട്ടിപ്പൊളി പേരക്കാപ്പഴം കേട്ടോ. ഇത് പുഴുവാണോടി?
ഇല്ല കഴുകിട്ട് ഇങ്ങനെ കഴുകി തരാൻ കുറച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കഴിക്കാം. ശിവരുടെ വീട്ടിലല്ലെന്നേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിലടിച്ചു. അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ മുമ്പോട്ടേക്ക് അതായത് നോക്കത്തില്ല. കളിക്കേ പേരക്കാൻ മാറ്റടി, കോമഡി ആക്കി കളിക്കാതെ. എങ്ങനെ കയറി വന്നു ഞാൻ കണ്ടമ്മേ. അതിന്റെ താഴെയോ? മരത്തിന്റെ ഇടയ്ക്കായി പോയി. അയ്യോ അവനാണ് അറിയത്തില്ല. ഞാൻ കരച്ചിൽ കേട്ടോണ്ടാണ് എവിടെയാ കരയുന്നു. ഈ ഇലച്ചിലുണ്ടോ? ഈ ഇലച്ചിന്റെ ഇടയ്ക്കുണ്ടോ അവര് തള്ളയും തന്തേ നോക്കിയിരിക്കുക. എവിടെയുള്ള എനിക്ക് കാണത്തില്ലോ. ഇല്ല അതെങ്ങനെയാണ് എവിടെയാ മരത്തേലോ? ആ മരത്തിനകത്ത് ഇരിക്കും. ആ മരത്തിന്റെ ഇടയ്ക്ക് ആണോ? ഓ അത് കുഞ്ഞാന്നോർത്തില്ല ഈ പൂച്ച രണ്ട് കേട്ടോ. അച്ഛനും അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുവോ? അതാ തള്ളേ തന്നെ നോക്കി താഴെ ഇരിക്കുവാ. ഇല്ല ഞാൻ കണ്ടില്ല ഇതുവരെ. നീ കണ്ടോടാ? ഇത് അമ്മ എങ്ങനെ കണ്ടുപിടിച്ചു വിടുന്നു? ശരി ഞാൻ ഇതുവരെ കണ്ടില്ല. നീ കണ്ടോടാ? ആ കിട്ടിയോ? അവന് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ആ ശ്രീകുട്ടൻ അതിനെ റെസ്ക്യൂ ചെയ്തു കേട്ടോ. ഓ കുഞ്ഞുപൂച്ച നമ്മളെ വിട്ടുവിന്റെ കുഞ്ഞാ കേട്ടോ. അതിനിടയ്ക്ക് പോയിരുന്നു കേട്ടോ. വാ ഒരു കറപ്പൂടി ഉണ്ട്, അതിനെ കണ്ടുപിടിക്കണം. ഡാൻസ് ഒക്കെ കളിച്ച് മടുത്ത് പോയി കേട്ടോ. പിന്നെ ചിറ്റാമ്മ ഉറങ്ങിപ്പോണ്ട് കേട്ടോ. ചിറ്റാമ്മ ഇവക്ക് ഒരേ ഷേപ്പ് അല്ലേ? അമ്മയുടെ അമ്മ കേട്ടോ ചിറ്റാമ്മ. രണ്ടുപേരും ഒരുപോലെ ആയിരിക്കുന്നേ കേട്ടോ. മോൻ നോക്കി ഇങ്ങനെ അല്ല നിങ്ങക്ക് രണ്ടാ കുഞ്ഞിലെ ചിറ്റാമ്മ ഇതുപോലെ തന്നെയായിരുന്നു എനിക്കിരുന്നേ. ആ അന്ന് ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അത്ര കുഞ്ഞില്ലേ അല്ലേ? ട്വിൻസാ രണ്ടുപേരും ഒരുപോലെ. എനിക്ക് കഴിഞ്ഞ ദിവസം മാറിപ്പോയുള്ളൂ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും. ചിറ്റാമ ഇന്നലെ ചോദിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ ലൈക്കൊക്കെ വേണ്ടേ, എല്ലാവരും ലൈക്കല്ലേ അടിക്കണ്ടേ, കണ്ടിട്ട് ലൈക്ക് അടിക്കണ്ടേന്ന്. അപ്പം ഞാൻ ഓർത്ത് ചിറ്റാമയ്ക്കൊക്കെ ഇതൊക്കെ അറിയാനുള്ളത്. ചിറ്റാമ ഏത് പുതിയ സിനിമ വന്നാലും അപ്പം പോയി തിയേറ്ററിൽ പോയി കാണും കേട്ടോ. ഏത് സിനിമ വന്നാലും ആ പുതിയ സിനിമ ഏത് വന്നാലും ആൻറ്റി ചിറ്റാമ്മയോടെ പോയി പോയി തിയേറ്ററിൽ കണ്ടി. ഫസ്റ്റ് ഷോയോ അല്ലെ സെക്കൻഡ് ഷോയോ സിനിമയായിട്ട് പറഞ്ഞ ഏത് സിനിമയാന്ന്. കണ്ണൂർ ജില്ല കേട്ടോ. കണ്ണൂരിലായിരുന്നു പോയി കൊണ്ടുവന്നത്. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ചിറ്റാമ്മനെ ഇവിടെ നോക്കാൻ വേണ്ടി. നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും മാഷവർക്കറ അപ്പൊ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഡ്യൂട്ടിയുടെ പെട്ടെന്ന് ലൊക്കേഷൻ വന്നാൽ ആൾക്കാരെ മാറി മാറി ഏൽപ്പിക്കാൻ ഡ്യൂട്ടി. പക്ഷെ പെട്ടെന്ന് ലൊക്കേഷൻ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾ വേണ്ടി. ആ പുഴുവിനൊക്കെ വയറുവേദന എടുക്കുന്നു. 2-3 പുഴുവിനെ ഞാൻ തിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നോക്കി നിനക്ക് അറിയാൻ പറ്റത്തില്ല ചെറിയനെ. അല്ല ഇതിനകത്തില്ല, ഇത് പച്ചയാ. ഇതിന്റെ പുതിനേക്കാളും അതിനകത്ത് പുഴുവുള്ളതല്ല. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തെ കണ്ണു കാണത്തില്ലേ? കണ്ണൊക്കെ കാണാം. പുഴു വെള്ള പുഴുവാ. അവരെ കണ്ണ് കൂട്ടുകാരൻ കല്ല് വെച്ചെറിഞ്ഞ് പൊട്ടിച്ചതാ. പിന്നെ ഞങ്ങൾ രണ്ടാമത് മാറ്റി വെച്ചതാ കണ്ണ്.
പണ്ട് തന്നെ ചേർക്കണേക്കാണ് അതിന് വൈരാഗി ഞങ്ങള് വിറ്റായിരുന്നു കുട്ടിങ്കോലൊക്കെ കളിച്ച്. നീ കണ്ണ് ഒരു പ്രാവശ്യം നിന്റെ കണ്ണിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ കുട്ടിങ്കോല അടിച്ച്? ഓ ഇല്ല, ഓർമ്മ എന്നാ ആ ചെറുക്കൻ കല്ല് നമ്മള് ക്രിക്കറ്റ് കളിച്ചപ്പോ കല്ലെറിഞ്ഞാണോ ചെറുക്കൻ? അങ്ങനെയാണോ? ആണോ? ചീക്കോട്ടന്റെ മുടി എനിക്ക് ആവി എടുത്തിട്ടാ. ശ്രീകോട്ടൻ്റെ മുടി വെട്ടാൻ പോകാം കേട്ടോ. മുടി ഭയങ്കരമായിട്ട് വളർന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുന്നതിന് ഇപ്പം നമ്മുടെ ശ്രീകോട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടി വന്നാൽ കേട്ടോ. മുടി വെട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് ആണ്. അവിടെ കയറി എന്താ കഴിക്കാൻ പോകുന്നത് അറിയാമെന്ന് ചുമ്മാ നോക്കിയാട്ടെ. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അൽഫാം ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരി വന്നിട്ട് അൽഫാം പഠിച്ചത്. ഇവനും ചങ്ങനാശ്ശേരിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്വാർട്ടർ അൽഫാമാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ സ്പൈസസ് ആട്ടോ, ചങ്ങനാശ്ശേരിക്കാരുടെ സ്വന്തം സ്പൈസസ്. കാരണം ഇവിടുത്തെ ആ ഒരു ഷവർമയുടെ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ലായിരിക്കും പറഞ്ഞത്. അത്രയ്ക്ക് സ്പെഷ്യലാണ് ഇവിടുത്തെ ഷവർമ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് തന്നെ തിരിച്ച് പോകാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഇപ്പോൾ 3 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഉച്ചട്ടം വന്നാൽ കുറച്ച് താമസിച്ച് പോയി. അപ്പം ഇനിയിപ്പം തിരിച്ച് പോകണം. ഇപ്പം അതിനിപ്പുറം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ആ ഒരാൾ എൻ്റെ കൂടെ പോരുവാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കൂടെ പോരുവാ കേട്ടോ. പോയേക്കാം. വണ്ടിയുടെ മേളിൽ കയറി ഇരിപ്പണ്ടേ. സ്റ്റാർട്ട് ചെയ്യാത്ത ചാടുവോ? വണ്ടിയുടെ താക്കോല് അകത്തുണ്ടോടാ? സ്റ്റാർട്ട് ചെയ്ത് പയ്യെ എടുത്ത് അങ്ങോട്ട്. ചാടി ഇറങ്ങി. എന്നാ വേണ്ട, ചാടി. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുക കേട്ടോ. അമ്മയുടെ ചിറ്റാമ്മയുടെ ഒക്കെ യാത്ര പറഞ്ഞു. ചിറ്റാമ്മ അവിടെ പുറകിൽ നിന്ന് നോക്കുന്നുണ്ട്. പോയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വരാം. ആശുപത്രിയിൽ പോകണം നമുക്ക്. അപ്പം കൂട്ടത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അവിടെ. അതെല്ലാം തീർത്തിട്ട് വേണം വരാൻ വേണ്ടി. അപ്പം പോവാം. കൊണ്ടുപോകാൻ കേട്ടോ. എന്നാ ഹാപ്പി ആയിട്ട് കേട്ടോ. വിളിക്കാം. പോയേക്കാം കേട്ടോ. കണ്ണ് നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയേക്കാം. പോയിട്ട് വരാം. ഞാൻ എടാ വണ്ടിയുടെ ഇതിനകത്ത് വേണേ ഡിക്കിക്കകത്ത് കയറിക്കോ. വേണേ ഡിക്കിക്കകത്തോട്ട് കയറിക്കോ കേട്ടോ. അത് കയറി പോയിക്കോ. അമ്മ പൂച്ചയെ നോക്കാൻ പോയാണോ? ഒരു പൂച്ചക്കുഞ്ഞുണ്ട് കേട്ടോ. കാലത്തെ അതിനെ വേണേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ നോക്കാൻ പോയിക്കോ. കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ പോയിട്ട് കിട്ടിയില്ലല്ലോ. ടാറ്റ. പൂച്ച വേണ്ട, പിന്നെ നോക്കാം. ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. നമുക്കിവിടെ നോക്കാം. മറ്റേ വന്നോ? കറുത്ത വന്നോ? കറുത്ത വന്നോ? ഇല്ലേ? ആണോ? ഞാൻ പോയിട്ട് എന്നാ വരാമേ. പോയിട്ട് വരാമേ. ഒരാഴ്ചക്കുള്ളിൽ വരാമേ. 1-2 ആഴ്ചക്കുള്ളിൽ വരാം. അമ്മയ്ക്ക് കഴിക്ക് വയ്യല്ലോ. അല്ല, അവളെ തൃശ്ശൂർ ഉണ്ടാക്കണ്ടേ. കുമാരി കണ്ടില്ലേ എന്നല്ലേ? എന്നെ അല്ലേ? പെട്ടെന്ന് വരാം. സാനിറ്റൈസർ ഇപ്പൊ വാങ്ങിച്ചോളാം. പോകുന്ന വഴി വാങ്ങിച്ചോളാം. എടാ കുപ്പി അങ്ങ് എടുത്തു കൊടുത്തേക്കടാ. ആര്? സ്പ്രൈറ്റോ? അതെ. അപ്പൊ ശരി എന്നാ. ടാറ്റ. മാറ് കേറട്ടെ.
സ്പോർട്സ് മോഡെ പോയിട്ട് വരാം. എന്താ ഞാൻ വരാടി 1-2 ആഴ്ചക്കുള്ളിൽ വരാം. ഇറക്കി വിടല്ലേ? ഇറക്കി വിടല്ലേന്നോ? പൊക്കോളാം. എന്നാ അയ്യോ മാറ ഇടി ഒരാഴ്ചക്കുള്ളി വരാടി ഓടി. 67 നല്ല നമ്പറല്ലേ? പെട്ടെന്ന് ഓർത്തിരി. മാറി ബാ പെട്ടെന്ന് വരാം. മതി 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 കരയില്ല കരയില്ല പോ 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 ആ പയ്യോ ആ ഓക്കെ ഓക്കെ എന്നാ കേട്ടോ. പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുഞ്ചപ്പൻ്റെ അടുത്ത് നിന്ന് യാത്രയാണ്. അമ്മ പോയിട്ട് വരാവേ. ആ അച്ഛയോ അതിനാ? അത് കുഴപ്പമില്ല, ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് പോയിട്ട് പരിപാടിയെല്ലാം തീർത്തിട്ട് ഉടനെ തന്നെ നമ്മുടെ കുഞ്ചപ്പൻ്റെ അടുത്തോട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ബൈക്കാം. ഫ്രണ്ടില് എന്നാടാ ഫോണിന്റെ ചാർജറേ കിടപ്പുണ്ടോ? ഏത് ഫോണിൻ്റെ? എടുത്തിട്ട് വാ. പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. പപ്പായുടെ ആശുപത്രി കൊണ്ടുപോകും. 2 പേർക്കും വയ്യ, നമ്മുടെ വീട്ടിലെ ആർക്കും വയ്യ. അപ്പോൾ എല്ലാവരും ആശുപത്രി നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ മാസ്ക് വെച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇല്ല എവിടെ ഇറങ്ങുന്നില്ല, നേരെ പോകത്തേ ഉള്ളൂ. സാനിറ്റൈസർ വാങ്ങിച്ചോളാം. അപ്പോൾ നമ്മൾ യാത്രയാവുകയാണ്. ടാറ്റ. എന്നടി 7 മണിക്ക് ഇപ്പുറം ചെല്ലും. ആ ഉള്ളു. ശരി ചേട്ടാ. പോയിട്ട് വരാവേ. വിളിക്കാം. വൻ സാടാ കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞിട്ട് ഓക്കെ ആവുന്നില്ല. പിന്നെ അന്നത്തെ അത്രയും കരഞ്ഞില്ല കേട്ടോ. അപ്പം ഞാനും ശ്രീകുട്ടനും വീട്ടിലെത്തി കേട്ടോ. സേഫായിട്ട് തന്നെ എത്തി. അത്യാവശ്യം നല്ല സ്ലോയിൽ തന്നെയാണ് വന്നത്. അങ്ങോട്ട് പോയപ്പോഴും അത്യാവശ്യം സ്ലോയിൽ തന്നെയാണ് പോയത് ശ്രീകുട്ട. അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന്, അതായത് കർഫ്യൂ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ഇത്തിരി സ്പീഡിലേക്കാണ് പോയത്. അതായത് നല്ല വഴി കൂടെയാണ് സ്പീഡിൽ പോയത് കേട്ടോ. ഇങ്ങോട്ട് പയ്യെ പോകുന്നത് കയറി. നമുക്ക് കുഴപ്പമില്ലാത്ത നമ്മുടെ ഉപ്പറിലോട്ടായതുകൊണ്ട് പയ്യെ തന്നെ ഇങ്ങി പോകുന്നു. എന്തായാലും സേഫായിട്ട് ഇവിടെ എത്തി കേട്ടോ. അപ്പം ചിക്കോട്ടൻ അവിടെ കിടക്കുന്നുണ്ട്, ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നാളെ രാവിലെ ഞങ്ങൾ എണീക്കുന്ന സമയത്ത് വീട്ടിലോട്ട് അവനെ അടിച്ച് ഓടിക്കും ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ അമ്മൂസിൻ്റെ അടുത്തിട്ട് പോകാണല്ലോ. ഇവനെ വിളിച്ചിട്ട് ഇവൻ വരത്തില്ല. ഇവൻ ഭയങ്കര ഛർദി കേട്ടോ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ ഭാര്യേനെ നോക്കുന്ന പോലെ തന്നെ ഇവനെ നോക്കേണ്ട അവസ്ഥയാണ്. അവളിപ്പോൾ ഛർദി നിർത്തി, ഇവൻ ഛർദിയോട് ഛർദി വിറ്റ് കേസാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിവിടെ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചെത്തി. കുഞ്ഞപ്പൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുള്ളൂ. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും കേട്ടോ. ഒത്തിരി വൈകാതെ തന്നെ തിരിച്ചു പോകും. അമ്മേനും പപ്പാനും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു പോകും. പിന്നെ അവളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കാണിക്കണം. പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചാൽ മതി ഇത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ കഴിഞ്ഞ ദിവസം സ്കിറ്റിൻ്റെ ക്യാമറമാൻ ഞാൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ശ്രീകുട്ടനില്ലായിരുന്നു. അമ്മു ഒക്കെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി സമയം അവരെ രാവിലെ 5 മണിക്ക് വിളിച്ചാണ് ഞാൻ അവരെ കിടത്തിയിട്ട് ബാക്കിയെല്ലാം ക്യാമറ മൊത്തം ഞാൻ തന്നെ എടുത്തത് കേട്ടോ. പിന്നെ
ഞാനും കുഞ്ചൂസും സുധാമയുടെ ഉള്ള ഭാഗത്ത് ഞങ്ങൾ ട്രൈപ്പോഡിൽ അവിടെ വെച്ച് സെറ്റാക്കി, ട്രൈപ്പോഡല്ല, നമ്മുടെ അവിടെ വെള്ളം തിളപ്പിക്കുന്ന കലത്തേൽ ചാരി വെച്ചിട്ടാണ് എടുത്തത്. അവിടെ അതായത് ആ ടൈലില്ലേ നമ്മുടെ അടുക്കളയിൽ, അവിടെ ചാരി വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചു ക്യാമറമാൻ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ കുറേ ആൾക്കാർ ആ സ്കിറ്റ് കാണാതെ ജസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടിട്ട് നമ്മുടെ ക്യാപ്ഷനും കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചില നെഗറ്റീവ്സും ഇതൊക്കെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചു, എന്ത് മോശമാണ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊരു സ്കിറ്റാണ്, എല്ലാവർക്കും കൊടുത്തൊരു മെസ്സേജാണ്. നമ്മുടെ കുടുംബത്തിൽ അത് നടന്നതാണെന്ന് വെച്ചാൽ നടന്നതാണ്, പക്ഷേ ആ രീതിയിലൊന്നും അല്ല നടന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേഷൻ, അതായത് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയത് കേട്ടോ. അത് കണ്ടവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി കമൻസൊക്കെ വന്നേക്കുന്നത്. കാണാതെ തുടക്കം മാത്രം കണ്ടിട്ട് ആക്ഷൻ കണ്ട് തെറി വിളിച്ചവരൊക്കെ ഫുള്ളൊന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല സപ്പോർട്ട് കിട്ടി. നമ്മുടെ സ്കിറ്റിന് ഇപ്പം 2 സ്കിറ്റ് നമ്മൾ ചെയ്തു, ഏകദേശം ഒരു 400K അടുത്തൊക്കെ റേഞ്ച് വരുന്നുണ്ട്, വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്ക്. അത്ര ആ ഒരു സമയത്ത് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരുടെ ഉള്ളപ്പോൾ ഇനിയും സ്കിറ്റ് എന്തായാലും ചെയ്യുക എല്ലാവരുടെ. അപ്പം ശ്രീകുട്ടനെ എല്ലാവരോടും ഉൾപ്പെടുത്തി കേട്ടോ. നിന്റെ എക്സാം മാറ്റി വെച്ചില്ലടാ, എക്സാം മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഉടനെ ഒന്ന് ചങ്ങനാശ്ശേരിക്ക് അവൻ വരുന്നില്ലായിരിക്കും, അറിയത്തില്ല. ഇനിയിപ്പോൾ എന്നോട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോകും കേട്ടോ. അപ്പം ഇന്നത് ഇത്രയേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് അമ്മൂൻ്റെ അടുത്തോട്ട് പോകണം. വിച്ചു വണ്ടി ഓടിച്ചോളും, ഞാൻ ഉറക്കമായിരിക്കും, കാരണം 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഇപ്പം അവരുടെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും ഇന്ന് നന്നായിട്ട് ഉറങ്ങണം, രാവിലെ എണീറ്റ് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടാറ്റ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അതേ മറന്നു പോയത്.